بسم الله الرحمن الرحيم. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين أولم يعلموا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1607 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅാനാ ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين أفلم يعلموا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ സഹായവും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടാൻ അല്ലാഹുവിനോട് അടുപ്പമുള്ള ഔലിയാകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് സഹായത്തിന് തേടുകയും ചെയ്യുകയാണ് എളുപ്പവഴി എന്ന് കരുതുന്ന ആളുകൾ. അവര് വൈകാതെ തന്നെ നേരിടാനിരിക്കുന്നത് അന്ത്യനാളിലെ ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ കഠിനമായ ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവരോരോരുത്തരും തന്നെ ഭൂമിയിൽ വിലപിടിപ്പുള്ള എല്ലാം അവർക്കുള്ളതാണെങ്കിലും അത്ര തന്നെ വേറെയും അവരുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിലും അതൊക്കെയും തന്നെ പ്രായശ്ചിത്തമായിട്ട് നൽകാൻ സന്നദ്ധരായിക്കൊണ്ട് വരും എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യാനോ എന്തെങ്കിലും
ഫൈൻ അടച്ചുകൊണ്ടോ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടോ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാനോ അവർക്ക് സാധിക്കുകയില്ല. അവരുടെ ദുഷ്ചെയ്തികളുടെ ഫലം അവര് അനുഭവിക്കുക തന്നെ ചെയ്യും. അത് അവരിൽ വന്നു ചേരും. ഏതൊരു കാര്യത്തെയാണോ അവര് പരിഹസിച്ചു കൊണ്ടിരുന്നത്, ആ കാര്യം അവര് അനുഭവിക്കുന്നവരായി മാറും ആ നാളിൽ എന്നാണ് തുടർന്ന് അല്ലാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട് പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ മനസ്ഥിതിക്കാരെ കുറിച്ച് അല്ലാഹു അല്പം വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ. കുറുക്കു വഴികളാണ് ഈ ആളുകൾ തേടുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നത് പ്രവാചകന്മാരും മുഖേന അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും തന്നെ ജീവിത വിശുദ്ധി നേടുകയും അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് അതിനുള്ള മാർഗം എന്നത് വ്യക്തമാക്കപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവുമായി അടുപ്പമുണ്ട് എന്നവര് സങ്കല്പിക്കുന്ന ഔലിയാകളെയും ആലിഹത്തുകളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവര് മുഖേന നമ്മൾ വ്യക്തിപരമായി യാതൊരു തസ്കിയത്തിനും വിധേയമാകുന്നില്ലെങ്കിലും യാതൊരു വിധത്തിലുള്ള സംസ്കരണത്തിനും അല്ലെങ്കിൽ സ്വഭാവപരവും കർമ്മപരവുമായ നന്മ നമ്മിൽ ഉണ്ടാക്കാനും ഒരു ശ്രമവും നടത്തിയിട്ടില്ലെങ്കിലും ഈ ആലിഹത്തുകളെയും ഈ ഔലിയാകളെയും മുൻനിർത്തിക്കൊണ്ട് അവര് മുഖേന നമ്മൾക്ക് കാര്യം നേടാൻ സാധിക്കും എന്ന ഒരു മൂഢധാരണയിലാണ് ഈ ആളുകൾ കഴിയുന്നത്. അത്തരം ആളുകൾ പക്ഷേ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫൈദ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യനെ ഒരു ദുരിതം സ്പർശിക്കുകയാണെങ്കിൽ, ഒരു ദുരിതം പിടികൂടുകയാണെങ്കിൽ, ഇവിടെ അൽ ഇൻസാൻ എന്ന് പറയുന്നത് മുകളിൽ 3-4 ആയത്തുകളിൽ ഏറെയായി വിവരിക്കപ്പെട്ടിട്ടുള്ള ഈ ആലിഹത്തുകളെയും ഔലിയാകളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തരം ശിർക്ക് ചെയ്യുന്ന മനുഷ്യനെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാണ്. പിന്നിട്ട ആയത്തുകളിൽ വിവരിക്കപ്പെട്ട ആ ആള് തന്നെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഫൈദ മസ്സൽ ഇൻസാന ദുർറുൻ, അങ്ങനെ ഇങ്ങനെയുള്ള ഈ സ്വഭാവക്കാരനായ ഒരാളെ ഒരു ദുർറ് സ്പർശിക്കുകയാണെങ്കിൽ, അയാൾക്കൊരു ദുരിതം ബാധിക്കുകയാണെങ്കിൽ, ദാന, അവൻ നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സാധാരണഗതിയിൽ അള്ളാഹുവിനെ അവഗണിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തൃപ്തി കണ്ടെത്തുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ പരാമർശിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ തന്നെ മനം പുരട്ടൽ കാണിക്കുന്ന, ഈ ആലിഹത്തുകളെ പരാമർശിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ വലിയ ആഹ്ലാദം കാണിക്കുന്ന ഈ ആളുകള്, അക്കൂട്ടത്തിൽപ്പെട്ട ഒരാള് അയാൾക്ക് വലിയൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ അയാള് നമ്മോട് പ്രാർത്ഥിക്കുന്നു. പല സന്ദർഭങ്ങളിലും അങ്ങനെയുണ്ട്. കടലില് യാത്ര ചെയ്യുന്നതിനിടക്ക് വലിയ തിരമാലകളിൽ അകപ്പെട്ടു പോകുന്ന, കപ്പല് ആടി ഉലഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്ന ഒക്കെ ഒരു സാഹചര്യം വന്നാൽ സകല ആലിഹത്തുകളെയും ഔലിയാകളെയും വിസ്മരിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്ന കാര്യം ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അത് വിവരിച്ച് കാണാം. ഇതുപോലെ വലിയ പ്രതിസന്ധികളും നേരിടുന്ന ഘട്ടത്തിൽ, ഇപ്പൊ നമ്മള് പിന്നിട്ട വർഷങ്ങളിൽ കേരളത്തില് വലിയ പ്രളയക്കെടുതികൾ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ വലിയ സാംക്രമിക രോഗങ്ങൾ നമ്മുടെ നാടിന് പിടികൂടിയ സാഹചര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ.
അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഒരു അവസാന ശരണം എന്ന നിലക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ, പരമേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ഭരണ നിർവഹണം നടത്തുന്ന ആളുകളിൽ പലരും ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എന്ന വിധത്തിൽ പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രവണതയാണ്. നിഷേധിയാകാം, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളാവാം, അള്ളാഹുവിന്റെ ഏകത്വത്തെ പരാമർശിക്കുമ്പോൾ ക്രോധം കാണിക്കുന്ന, വെറുപ്പ് കാണിക്കുന്ന, അനിഷ്ടം കാണിക്കുന്ന ആളാവാം. അതുപോലെ തന്നെ ബഹുദൈവങ്ങളെയോ അല്ലെങ്കിൽ ഔലിയാകളെയോ ഒക്കെ പരാമർശിച്ചാൽ അതിനൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പിന്തുണ നൽകുന്ന സ്വഭാവം കാണിക്കുന്ന ആളാവാം. പക്ഷെ ഈ ആളുകളൊന്നും തന്നെ ഇതുപോലെയുള്ള ഒരു ദുരിതം അവരെ പിടികൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ ആലിഹത്തുകളെ ഓർക്കുന്നില്ല, അതുപോലെ ഈ ഔലിയാകളെ ഓർക്കുന്നില്ല. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ബോധ്യമുള്ള ഒരു ഏകനായ ഇലാഹുണ്ട്, സ്രഷ്ടാവായ റബ്ബ്. ആ റബ്ബിലേക്കാണ് അവരൊക്കെയും അറിയാതെ തിരിയുന്നത്. ഫൈദാ മസ്സൽ ഇൻസാന ദുർറു, മനുഷ്യനെ, ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ പെട്ട ഒരു മനുഷ്യനെ ഒരു ദുരിതം പിടികൂടിയാൽ ദാന, അവൻ നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ, അതിനെ തുടർന്ന് നാം അവന് ഒരു അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തു എന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ ആ ദുരിതം, ആ ലുർറ് നീക്കി കൊടുത്തു എന്ന് വെക്കുക. ഖവ്വല എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക, ആദരിക്കുക, അല്ലെങ്കിൽ ചൊരിഞ്ഞു കൊടുക്കുക, നൽകുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഒരു നിഅമത്ത് നാം അവർക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് നൽകിയെന്ന് സങ്കല്പിക്കുക. സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യക്ഷമായ ഒരു ഇടപെടലുണ്ടായി. അങ്ങനെ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന ആ ആൾക്ക് നാം നേരിട്ട് തന്നെ വളരെ വ്യക്തമായും തന്നെ ഒരു സഹായം ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ചെയ്താൽ ഖാല, അവന് വല്ലാത്തൊരു ഞെളിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു വർത്തമാനം പറയാനുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, എനിക്ക് ഈ നിഅമത്ത് നൽകപ്പെട്ടിട്ടുള്ളത് അറിവിന്റെ, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവൻ പറയുന്നത്. ആ സംസാരത്തിന് വല്ലാത്തൊരു ഞെളിയലുണ്ട്, ഒരു നിഗളിപ്പ് കാണിക്കലുണ്ട്, ഒരു അഹന്തയും ആ സംസാരത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. സംസാരം ഇങ്ങനെയാണ്: ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ജ്ഞാനത്തിന്റെ, ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ അനുഗ്രഹം നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അയാൾ പറയുക. വ്യത്യസ്തമായ രണ്ട് വിധത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാചകം. ഒന്നുകിൽ ഈ അനുഗ്രഹത്തിന് യഥാർത്ഥത്തിൽ ഞാൻ തീർത്തും അർഹനായതുകൊണ്ടാണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത്, ഞാൻ അതിന് അർഹനാണ് എന്ന കാര്യം കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് ഈ അനുഗ്രഹം തന്നിട്ടുള്ളത് എന്നാണ് അയാൾ പറയുക. അള്ളാഹു അയാൾക്കൊരു നിഅമത്ത് കൊടുത്തതാണ്, ഒരു ദുരിതം നീക്കി കൊടുത്തുവോ എന്നതോ, അതല്ലെങ്കിൽ ഒരു വലിയ അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്ന ഒരു അനുഗ്രഹം നൽകിയതോ ഒക്കെ ആവാം. അപ്പൊ അള്ളാഹു ഒരു നിഅമത്ത് അയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത സന്ദർഭത്തില് പെട്ടെന്ന് അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അയാൾ അതൊരു നിഗളിപ്പ് കാണിക്കാൻ, ഞെളിയാൻ, അല്ലെങ്കിൽ അല്പം അഹങ്കാരം നിഴലിക്കുന്ന വിധത്തില് സംസാരിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് അയാൾക്കത് മാറുന്നു. അയാൾ പറയുന്നത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ എന്നാണ്.
തീർച്ചയായിട്ടും ഇത് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ജ്ഞാനത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. ആരുടെ അറിവാണ് ഇവിടെ? അള്ളാഹുവിന് അറിയാം ഞാൻ അത് അർഹിക്കുന്നവനാണ്, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്, ഞാൻ അതിനുള്ള അർഹതയുള്ളവനാണ് എന്ന കാര്യം അള്ളാഹുവിനെ അറിയുന്ന കാരണത്താലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ അവിടെ പ്രധാനമായിട്ടുള്ളത് അള്ളാഹുവിന്റെ എന്നെ കുറിച്ചുള്ള ആ അറിവുണ്ടല്ലോ, ഞാൻ അതിന് അർഹനാണ്, യോഗ്യനാണ് എന്നുള്ള ഒരു കാര്യം. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അബദ്ധമായ ഒരു ധാരണയാണ് ഇയാളുടെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നിഅമത്ത് നൽകുന്നത്, അള്ളാഹു നിഅമത്ത് തടയുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥ പ്രകാരം അള്ളാഹു നൽകുന്നതും തടയുന്നതുമാണ്. ഭൗതിക ജീവിതത്തിന് പ്രയോജനകരമാവുന്ന നിഅമത്തുകൾ ലഭിക്കുന്നവരൊക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ളവരാണ്. നിഅമത്തുകൾ തടയപ്പെട്ടിട്ടുള്ള ആളുകൾ അള്ളാഹുവിന് അതൃപ്തിയുള്ളവരാണ് എന്നാണ് ആരെങ്കിലും സങ്കല്പിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായും അബദ്ധജടിലമായ ഒരു ധാരണയാണ്. പക്ഷെ ഈ അബദ്ധജടിലമായ ധാരണയാണ് ഇയാളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, നിശ്ചയമായിട്ടും ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ അനുഗ്രഹം നൽകപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന് അറിയാം ഞാൻ അതിന് യോഗ്യനാണ്, അർഹനാണ്, അത് കിട്ടേണ്ടവനാണ് എന്നൊക്കെ. ആ നിലക്കാണ് എനിക്ക് അത് തന്നിട്ടുള്ളത് എന്നാണ് അയാൾ ഒരല്പം നിഗളിപ്പോടുകൂടി, ഒരല്പം അഹന്ത നിഴലിക്കുന്ന വിധത്തിൽ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥസാധ്യത, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥസാധ്യതയുള്ളത്, ഇതൊക്കെ എന്റെ അറിവും സാമർഥ്യവും കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, വെറുതെ അങ്ങ് കിട്ടിയതല്ല ഇതൊന്നും, അതൊക്കെ എന്റെ വിദ്യാഭ്യാസം, അറിവ്, യോഗ്യത, എന്റെ സാമർഥ്യം, എന്റെ നൈപുണ്യം, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് കാര്യങ്ങൾ ഈ വിധത്തിൽ എനിക്ക് അനുകൂലമായി മാറിയത് എന്ന ഒരു സംസാരമാണ് അയാളിൽ നിന്നുണ്ടാവുക. ഈ രണ്ട് അർത്ഥത്തിലായാലും, ഒന്ന് അള്ളാഹുവിന് എന്റെ ഇക്കാര്യത്തിലുള്ള അർഹതയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് എനിക്കിത് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയും അഹന്തയുണ്ട്. ഇത് എന്റെ സാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടും നൈപുണ്യം കൊണ്ടും ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു അഹങ്കാരത്തിന്റെയും അതുപോലെ ഒരു ആത്മപ്രശംസയുടെയും അംശം അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതിനും തടയപ്പെടുന്നതിനും ഈ വക കാര്യങ്ങളല്ല മാനദണ്ഡമായിട്ടുള്ളത്. നമ്മളെക്കാളൊക്കെ എത്രയോ കഴിവുള്ള, സാമർഥ്യമുള്ള, പ്രാഗൽഭ്യമുള്ള ആളുകൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളോ നിഅമത്തുകളോ ലഭിക്കാതെ പോയതായിട്ട് എത്രയോ കാണാൻ കഴിയും. നമ്മളുടെ അത്രയൊന്നും യോഗ്യതയില്ലാത്തവരും കഴിവില്ലാത്തവരും നൈപുണ്യമില്ലാത്തവരും ഒക്കെ തന്നെ നമ്മളെക്കാളേറെ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിച്ചവരായിട്ടും കാണാൻ കഴിയും. വളരെ യോഗ്യരും അർഹരുമായ ആളുകൾ വലിയ ദുരിതം അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങനെയുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും ഇല്ലാന്ന് ബോധ്യമുള്ള ആളുകളുടെ കാര്യത്തിൽ പോലും അവർ അത്യസാധാരണമായ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളും സൗഭാഗ്യങ്ങൾ ഉണ്ടായ ആളുകളുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ആളുകൾക്ക് അള്ളാഹു അത് തടഞ്ഞു വെക്കുന്നു എന്ന ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും അബദ്ധമാണ്. അള്ളാഹു ഒരാൾക്ക് നിഅമത്ത് നൽകുന്നത് അയാളോട് തൃപ്തിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അയാള് നിലകൊള്ളുന്നത് പൂർണ്ണമായിട്ടും സത്യത്തിലാണ് എന്നതുകൊണ്ടോ അല്ല. അള്ളാഹു നിഅമത്ത് കൊടുക്കുന്നത് അയാളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നിഅമത്ത് തടയുന്നതും അയാളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിഅമത്ത് നൽകപ്പെടുമ്പോൾ അയാള് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നുവോ എന്നത് അള്ളാഹു പരീക്ഷിച്ചറിയുകയാണ്. നിഅമത്ത് തടയപ്പെടുമ്പോ സ്വബർ ചെയ്തുകൊണ്ട് അയാള് അള്ളാഹുവിനെ
അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടും നിലകൊള്ളുന്നുവോ എന്ന നിലക്കും അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇതാണ് അള്ളാഹുവിന്റെ നിഅമത്ത് നൽകുന്നതിന്റെയും തടഞ്ഞു വെക്കുന്നതിന്റെയും കാരണം. അതല്ലാതെ ഞാൻ സമ്പന്നനായി, അള്ളാഹ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇക്കണ്ട ആളുകളുടെ ഒക്കെ കൂട്ടത്തില് എന്റെ പ്രകൃതവും പ്രവർത്തനങ്ങളും എന്റെ നിലപാടും ഒക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു തന്നിട്ടുള്ളത് എന്നാണ് ഞാൻ സങ്കല്പിക്കുന്നതെങ്കിൽ ഞാൻ ഇക്കാര്യത്തിൽ വലിയ മൂഢനാണ് എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു നിഅമത്ത് തരുന്നത് എന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്, എന്നെ പരീക്ഷിക്കാനാണ്. നിഅമത്ത് തടഞ്ഞു വെക്കുന്നതും എന്നെ സ്വബർ ചെയ്യുന്നവനാണോ അല്ലേ എന്നത് കാണാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സ്വബർ ചെയ്യുക എന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പരിഗണിച്ചുകൊണ്ട് ശുക്ർ ചെയ്യുന്നതും ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാടായിട്ട് മാറേണ്ടത്. ഇക്കാര്യമാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നന്ദികേടിന്റെ വഴിയിൽ നീങ്ങിയിട്ടുള്ള ആള് ആലിഹത്തുകളെയും ഔലിയാകളെയും തേടിക്കൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ശഫാഅത്തിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടൊക്കെ നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ പേര് പറയപ്പെടുമ്പോ അനിഷ്ടം കാണിക്കുന്ന, ആലിഹത്തുകളുടെയും ഔലിയാകളുടെയും പേര് പറയുമ്പോ വലിയ ആവേശം കാണിക്കുന്ന തരം ആളുകൾ, അത്തരം ആളുകളിൽ ഒരാൾക്ക് ഒരു ദുർറ് ബാധിച്ചു കഴിഞ്ഞാൽ ദാന, അവൻ നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ആ പ്രതിസന്ധിയുടെ സ്വഭാവം. വേറെ ആലിഹത്തുകളിലും ഔലിയാകളിലും ഒന്നും പ്രതീക്ഷയില്ലാതെ അവസാനം പടച്ച തമ്പുരാനായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അയാൾക്ക് നാം ഇദാ ഖവ്വൽനാഹു നിഅമതൻ, നാം അയാൾക്ക് ഒരു നിഅമത്ത് ചെയ്തു കൊടുത്തു എന്ന് വെക്കുക. ആ ദുരിതം നീക്കി കൊടുത്തതാവാം, അതല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹം വേറെ നൽകിയതാവാം. എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിഅമത്തുണ്ടായാൽ ഖാല, അയാള് പിന്നെ ഞെളിഞ്ഞ് നിഗളിപ്പ് കാണിച്ച് പറയുകയാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇത് അറിവിന്റെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടതാണ്. അള്ളാഹുവിന് അറിയാം ഞാൻ അതിന് അർഹനാണ്, ഞാൻ അതിന് യോഗ്യനാണ് എന്നൊക്കെ. അതല്ലെങ്കിൽ ഇതൊക്കെ എന്റെ അറിവ്, സാമർഥ്യം, കഴിവ്, നൈപുണ്യം, ഇതൊക്കെ ഇൽമാണല്ലോ. നൈപുണ്യമൊക്കെ ഒരാൾ നേടിയെടുക്കുന്ന അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംഗതിയാണ്. സ്കിൽ എന്നതൊക്കെ അറിവ് തന്നെയാണ്. അപ്പൊ ഇത് എന്റെ അറിവ് കാരണമായി, എന്റെ ജ്ഞാനം കാരണമായി, എന്റെ വിദ്യാഭ്യാസ യോഗ്യത കാരണമായി, ഞാൻ നേടിയ നൈപുണ്യം കാരണമായി ഒക്കെ എനിക്കുണ്ടായ അനുഗ്രഹമാണിത് എന്ന വിധത്തില് അയാൾ ആത്മപ്രശംസ നടത്തുകയാണ്. എന്നാൽ അള്ളാഹു തുടർന്ന് പറയുന്നത് കേൾക്കുക, ബൽ ഹിയ ഫിത്നത്തുൻ, അങ്ങനെയല്ല കേട്ടോ, ഇത് ഒരു പരീക്ഷണമാകുന്നു. ബൽ ഹിയ, ഈ നിഅമത്ത് കിട്ടിയതുണ്ടല്ലോ, അത് ഒരു പരീക്ഷണമാണ്, ഒരു ഫിത്നത്താണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ ഇത്തരം ആളുകളിൽ കൂടുതൽ പേർക്കും ഈ കാര്യം അറിയുകയില്ല. അവർ കരുതുന്നത് അവരുടെ യോഗ്യത കാരണം, അർഹത കാരണം ഒക്കെയാണ് അവർക്ക് ഈ വിജയം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഈ ഭൗതികാർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങളും വിജയവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്, അവരുടെ ജീവിതം ഒരു സക്സസ് സ്റ്റോറി ആയിട്ടുള്ളത് അത് കാരണമായിട്ടാണ് എന്നാണ് അവര് കരുതുന്നത്. പക്ഷെ അതൊരു പരീക്ഷണം മാത്രമാണ്. അവരിലേറിയ പേർക്കും അത് അറിയുകയില്ല എന്നതാണ് വസ്തുത. ഖദ് ഖാലഹ, ഇതുപോലെ ഒരുപാട് കൂട്ടർ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഖദ് ഖാലഹ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ഒരുപാട് സമൂഹങ്ങളും വ്യക്തികളും ഒക്കെ ഇതുപോലെയുള്ള വലിയ സംസാരം നടത്തിയിട്ടുണ്ട്. ഇതേ കാര്യം, ഇതൊക്കെ എന്റെ അർഹത കാരണമായി, എന്റെ യോഗ്യത കാരണമായി, അതിനെക്കുറിച്ച് അള്ളാഹുവിന് അറിവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ സാമർഥ്യം കാരണമായി, എന്റെ നൈപുണ്യം കാരണമായി ഒക്കെയാണ് എന്ന് പറയുന്ന ആ നിഗളിപ്പിന്റെ സംസാരമുണ്ടല്ലോ, അതുപോലെ ഇവർക്ക് മുമ്പുള്ള പലരും ഈ വക വർത്തമാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫമാ അഗ്നാ അൻഹും, അവർക്ക് ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. മാ കാനൂ യക്സിബൂൻ, അവരുടെ ചെയ്തു കൂട്ടലുകളൊന്നും, അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ആസൂത്രണവും
അവരുടെ സാമർഥ്യം കാണിക്കലും ഇതൊന്നും തന്നെ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുകയുണ്ടായിട്ടില്ല. പ്രയോജനം ആവശ്യമായ ഘട്ടത്തിൽ അതിനൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ആ നിഗളിപ്പൊക്കെ വെള്ളത്തിൽ കലങ്ങിയ പോലെ ആയി എന്നല്ലാതെ അവർക്ക് യാതൊരു പ്രയോജനവും അത്തരം അവരുടെ ചെയ്തു കൂട്ടലുകൾക്ക് ഉണ്ടായിട്ടില്ല. ഇവരുടെ മുന്നേ എത്രയോ ആളുകൾ ഇതേ നിലപാടും ഇതേ പ്രതികരണമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവർക്കാർക്കും അവർ ചെയ്തു കൂട്ടിയ സംഗതികൾ, അവരുടെ സമ്പാദ്യങ്ങൾ, അവര് നേടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്നും പ്രയോജനം ചെയ്യുകയുണ്ടായില്ല. അസാബഹും, മാത്രവുമല്ല അവരെ പിടികൂടുകയും ചെയ്തു. എന്ത്? സയ്യിആത്തു മാ കസബു, അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ, അവർ ചെയ്തു കൂട്ടിയിരുന്ന കാര്യങ്ങളുടെ ദുരിതപൂർണമായ ഫലങ്ങൾ അവരെ പിടികൂടുകയും ചെയ്തു. അതിന്റെ എന്തെങ്കിലും ഫലം അവർക്ക് പ്രയോജനം ചെയ്തോ? യാതൊരു പ്രയോജനവും അവർക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിന്റെ ദുരിതപൂർണമായ ഫലങ്ങൾ അവരെ തേടിയെത്തുകയും ചെയ്തു. വല്ലദീന ളലമൂ മിൻ ഹഉലാഇ, ഇനി ഇപ്പോ ഈ ളുൽമ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകളുടെ കൂട്ടത്തിലെ എന്ന് പറഞ്ഞാൽ മക്കയിൽ അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നിഷേധികളായ, അതുപോലെ ആലിഹത്തുകളെയും ഔലിയാകളെയും സഹായം തേടിക്കൊണ്ട് അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന തരം മുശ്രിക്കുകളായ ആളുകൾ, ആ ആളുകൾ, അവരിലെ ഈ ളുൽമ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഈ ളുൽമ് ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവര് തന്നെയാണ്. അള്ളാഹുവിന് നൽകേണ്ട ആ സ്ഥാനവും അംഗീകാരവും വിധേയത്വവും ഒക്കെ പല ഔലിയാകൾക്കുമായിട്ടും പല ആലിഹത്തുകൾക്കുമായിട്ടും നൽകിക്കൊണ്ട് അവര് മുഖേന വളഞ്ഞ വഴിക്ക്, കുറുക്കു വഴിക്ക് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഈ ആളുകൾ, അതാണ് അവർ ചെയ്ത ളുൽമ്, ശിർക്കാണ്. അങ്ങനെ വല്ലദീന ളലമൂ മിൻ ഹഉലാഇ, ഈ കൂട്ടരിൽ ഈ ളുൽമ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ള ഈ ഏറ്റവും വലിയ അതിക്രമമായ ശിർക്ക് ചെയ്ത ആളുകൾ, സയുസീബുഹും, അവര് തീർച്ചയായിട്ടും അവരനുഭവിക്കും, അവര് നേരിടേണ്ടി വരും, അവരെ ബാധിക്കും. സയ്യിആത്തു മാ കസബു, അവര് ചെയ്ത പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ, അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ദുരന്തപൂർണമായ ഫലങ്ങൾ തീർച്ചയായിട്ടും അവരെ തേടി വരും. ഇപ്പോ മക്കയിലുള്ള ആളുകൾ അവര് ശിർക്കിന്റെ വഴിക്ക് നീങ്ങുന്ന ആലിഹത്തുകളെയും ഔലിയാകളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വം പരാമർശിക്കപ്പെടുമ്പോ അതിനോട് വലിയ വിരോധം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന, എന്നാൽ ഈ ആലിഹത്തുകളുടെയും ഔലിയാകളുടെയും പേരുകൾ പരാമർശിക്കപ്പെടുമ്പോൾ വലിയ ഊറ്റം കൊള്ളുന്ന ഈ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ അവരെ തേടിയെത്തും. അത് തീർച്ചയായിട്ടും അവരെ ബാധിക്കുക തന്നെ ചെയ്യും. വമാഹും ബി മുഅ്ജിസീൻ, അവര് നമ്മെ അങ്ങ് തോൽപ്പിച്ചു കളയൊന്നുമില്ല. വമാഹും ബി മുഅ്ജിസീൻ എന്നാണ് പറയുന്നത്. അവര് മുഅ്ജിസുകളല്ല. മുഅ്ജിസുകൾ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുന്നവർ എന്നാണ്. ആരെയാണ് തോൽപ്പിക്കുക? ഇവിടെ നമ്മെ എന്നൊരു ലമീർ, വമാഹും ബി മുഅ്ജിസീനന എന്നോ മുഅ്ജിസീനനി എന്നൊക്കെ പോലെയുള്ള ഒരു ലമീർ അതില് വ്യക്തമായിട്ടും ഇംപ്ലൈഡ് ആണ്, അതിൽ അടങ്ങിയിട്ടുണ്ട് ആ ആശയം. അവര് തോൽപ്പിക്കുകയൊന്നുമില്ല എന്ന് പറയുന്ന അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ, അള്ളാഹുവിന്റെ വ്യവസ്ഥയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഇവർ ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹിനെ അങ്ങ് തോൽപ്പിച്ചു കളയും എന്ന ഒരു നിഗളിപ്പൊന്നും അവർക്ക് വേണ്ട. അവർ അള്ളാഹിനെ തോൽപ്പിക്കാൻ പോകുന്നില്ല. വമാഹും ബി മുഅ്ജിസീൻ, അള്ളാഹുവിനെ അതിജയിക്കുന്ന തരം കരുത്തൊന്നും കാണിക്കാൻ അവർക്ക് കഴിയില്ല. അവലം യഅലമു, അവര് മനസ്സിലാക്കിയിട്ടില്ല, അവരറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അള്ളാഹു അവന്റെ മശീഅത്ത് അനുസരിച്ച് റിസ്ഖ് നൽകുന്നു, റിസ്ഖ് ചുരുക്കുന്നു. അവന്റെ ഇഷ്ടം, അവന്റെ ഇച്ഛ അനുസരിച്ച് അവൻ ചിലർക്ക് ഭൗതിക ജീവിത വിഭവങ്ങൾ അങ്ങ് കയ്യാഴ്ച നൽകുന്നു, വേറെ ചിലർക്ക് ചുരുക്കി നിയന്ത്രിച്ച് മാത്രം നൽകുന്നു. ഇതാണ് അള്ളാഹിന്റെ നയം എന്നത് ഇക്കാര്യം ഈ കൂട്ടർക്ക് അറിയുകയില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവലം യഅലമു,
അവർ മനസ്സിലാക്കിയിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ലേ. അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു യബ്സുത്തു റിസ്ഖ, അവന്റെ ജീവിത വിഭവങ്ങൾ നീട്ടി അയച്ചു കൊടുക്കുന്നു, കയ്യയച്ച് നൽകുന്നു. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അത് അവന്റെ തൃപ്തിയുള്ളവർക്ക് നല്ല കേട്ടോ. അവൻ ചിലർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു, അത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പോ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കയ്യയച്ചു നൽകുന്നു. വയഖ്ദിറു, അവൻ ഖദറാക്കിയിട്ട് കണക്കാക്കി പരിമിതപ്പെടുത്തി നിയന്ത്രിച്ച് നൽകുന്നു. അതും അവന്റെ മശീഅത്ത് അനുസരിച്ചാണ്. കാരണം ഇല്ലായ്മ നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. നൽകിക്കൊണ്ട് അനുഗ്രഹങ്ങൾ ധാരാളം കണക്കും കയ്യും കണക്കും ഇല്ലാതെ നൽകിക്കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. ഈ രണ്ട് വിധത്തിലും പരീക്ഷിക്കുന്നതിന് വേണ്ടി ചിലർക്ക് അവൻ കയ്യയച്ച് നീട്ടി അങ്ങ് കൊടുക്കുന്നു, വേറെ ചിലർക്ക് വളരെ നിയന്ത്രിച്ച് വളരെ പരിമിതമാക്കി മാത്രം നൽകുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ ഈ ഒരു നടപടിക്രമത്തിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. ഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ റേഷനിങ് സംവിധാനത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് അള്ളാഹു ധാരാളമായിട്ട് അങ്ങ് നൽകുന്നു, വേറെ ചിലർക്ക് പരിമിതപ്പെടുത്തി മാത്രം നൽകുന്നു. എന്താണ് അതിന്റെ കാര്യം? അള്ളാഹു എല്ലാവർക്കും തുല്യമായിട്ടല്ല ഒന്നും നൽകിയിട്ടുള്ളത്, അത് അവന്റെ താല്പര്യവുമല്ല. എല്ലാവർക്കും തുല്യമായിട്ട് തൃപ്തി വരുവോളം അങ്ങ് നൽകുകയാണ് എല്ലാം എങ്കിൽ ഒരു പരീക്ഷണം എന്നത് മനുഷ്യന്റെ കാര്യത്തിൽ സാധ്യമല്ല. കൂടുതൽ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നത് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവന് ശുക്ർ ചെയ്യുന്നവനായി അയാൾ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമോ ഇല്ലേ എന്നത് നോക്കാൻ വേണ്ടിയാണല്ലോ. കുറച്ച് നൽകുന്നതും അവന്റെ ഉദ്ദേശത്തിൽ പെട്ടതാണ്. ആ നിലക്കും മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയാണ്. വലിയ ആയാത്തുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ ദൈവിക പ്രതിഭാസമാണ്. അള്ളാഹുവിന്റെ ഈ നയം, അള്ളാഹുവിന്റെ ഈ പോളിസി, അതില് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെയും അവന്റെ സംവിധാനങ്ങളെയും അവന്റെ ആസൂത്രണങ്ങളെയും അവന്റെ രീതികളെയും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ദൃഷ്ടാന്തങ്ങള്, ചില ദൈവിക പ്രതിഭാസങ്ങള് അള്ളാഹുവിന്റെ ഈ മശീഅത്തില്, അള്ളാഹുവിന്റെ ഈ പദ്ധതിയിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ വേണ്ട വിധത്തിൽ ബോധ്യത്തോടു കൂടി തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. വിഭവങ്ങൾ നൽകുന്നതിന്റെ താല്പര്യവും നൽകാതെ തടഞ്ഞു വെക്കുന്നതിന്റെ താല്പര്യമൊക്കെ ഈ വിധത്തില് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശുക്ർ ചെയ്യുന്നവരും സബ്ർ ചെയ്യുന്നവരുമായിട്ട് നമ്മൾ നിലകൊള്ളുമോ ഇല്ലയോ എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കാര്യം പക്ഷേ ഈ മുശ്രിക്കുകളായ ആളുകൾക്ക്, ആലിഹത്തുകളെയും ഔലിയാകളെയും കുറുക്കു വഴിയിലൂടെ തേടിക്കൊണ്ട് അവരുടെ സഹായം നേടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയില്ല, അവർക്ക് ഈ കാര്യം അറിയുകയില്ല. എന്നാൽ വിശ്വാസികൾക്ക് ഇത് വേഗം ഉൾക്കൊള്ളാൻ സാധിക്കും. അവർക്ക് അതിന്റെ കാമ്പും ചൈതന്യവും ഒക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.